അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? കേട്ടോ മാഷ്, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനത് താണ് തന്നു. ഞാൻ താണ് തന്നപ്പോ ഇവരെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കയറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കൂടിയാണ്. കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കയറിയ ഗുണ്ടാ സംഘങ്ങൾ. അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാൻ പൊതുവാളെ? പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത് എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ കോൾ ഫോൺ 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 എന്ന് പറഞ്ഞ പോരാളി ഷാജിയൊക്കെ ഒരുപാട് ഇവരുടെ സൈബർ സഖാക്കളുടെ ഒരുപാട് വലിയ കൂട്ടായ്മയാണ്. എല്ലാത്തിനും കാണിച്ചു തരാം. വിളി 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 പൂരം തെറി വിളി പരത്തെറി വിളി. മനുഷ്യനല്ലേ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. കോളേജ് വെക്കേഷൻ അല്ലേ, ഒന്ന് ഈ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് തുടർന്നിട്ട് തന്നെ തുടരട്ടെ. നമുക്ക് ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. ഇതുവായത്തം വേണ്ട. രാജാവ് രാജാവ് തന്നെയാ. നവസഖാക്കളെ എന്തോ ഞാൻ പറഞ്ഞു. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. നിങ്ങളുടെ ഈ പേര് നോക്കിയുള്ള വർഗീയ ചാപ്പകുത്ത്, നിങ്ങളുടെ ഈ എന്താണ് സൈബർ ലിഞ്ചിങ്, നിങ്ങളുടെ ഈ ഫോണിൽ വിളിച്ചുള്ള പരത്തെറിവിളി, മുഴുത്ത തെറിവിളി. കഴിഞ്ഞ 25 years ആയിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതാ. എനിക്ക് തൊഴിൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ? അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ട. പാകയ്ക്ക് കൊള്ളാത്തവൻ. കോംറേഡ്സ് പി ജെ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇറച്ചിയിൽ എന്താണ് മണ്ണ് പറ്റും. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. അങ്ങനെ വേറെ വെട്ടാനും കൊല്ലാനും ഒക്കെ വന്ന വാ നീ നമുക്ക് അപ്പം നോക്കാം. മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. ഒരാൾ കൊല്ലും എന്നങ്ങ് പേടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് വിട്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കൂ, ഞാൻ എന്റെ പണി എടുത്തോളാം. ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അനുഭവിക്കുക. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.